അറക്കലിന്റെ മനക്കലിലേക്ക് സ്വാഗതം. നമ്മുടെ 9ാം ക്ലാസ്സിൽ ഒട്ടുമിക്ക ആളുകൾക്കും ബഹുഭൂരിഭാഗം ആളുകൾക്കും ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ടോപ്പിക്കാണ് നെഫ്രോണിന്റെ ഈ ഒരു പിക്ചർ. ഒരാൾക്കും ഇഷ്ടമുണ്ടാവില്ല. ഇത് കാണുമ്പോൾ തന്നെ ഇങ്ങനെ പിരാന്ത് ഇങ്ങനെ കിറെടുത്ത് വലിച്ചെറിയാനൊക്കെ തോന്നും അല്ലേ? സ്വാഭാവികമാണ്. പണ്ട് ഞാനിങ്ങനെ ട്യൂഷനിലൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ എനിക്കിതിങ്ങനെ കാണുമ്പോൾ എന്താ ഇതെന്താ സംഗതി എന്നൊക്കെ തോന്നും. ഓരോരുത്തർക്ക് ഈ ഒരു ടോപ്പിക് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇത് ഏത് കുഴലാണ്, ഈ കുഴൽ എവിടെ നിന്നു, ആ കുഴൽ എങ്ങോട്ട് പോയി, ഇത് എന്ത് കുഴൽ, ഇതെന്ത് സംഭവം എന്നൊക്കെ അങ്ങനെ പല ഡൗട്ടും ഉണ്ടാവും. ആ ഒരു ഡൗട്ടുകൾക്കും ആ ഒരു പ്രശ്നങ്ങൾക്കും പരാതികൾക്കൊക്കെ ഇനി വിടാം. ഓക്കെ, അതാണ് നമ്മൾ ക്ലിയർ കട്ടായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരുന്നോളൂ. അതായത് ഇതാണ് നെഫ്രോൺ. ഈ ഒരു പിക്ചറാണെന്ത് നെഫ്രോൺ. പരീക്ഷയ്ക്ക് ഇവിടുന്ന് ആദ്യം ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു പിക്ചർ തന്നിട്ട് ഇത് എന്താന്ന് ചോദിക്കും. അപ്പം നിങ്ങൾ ബഹുമാനപ്പെട്ട നിങ്ങൾ പറയണം ഇതെന്താണ്, നെഫ്രോൺ ആണ്. നെഫ്രോണിന്റെ മലയാളം എന്താണ്? നെഫ്രോൺ തന്നെയാണ്. ഓക്കെ, ഇനി എന്താണ് നെഫ്രോൺ എന്ന് ചോദിച്ചാൽ വൃക്ക അല്ലെങ്കിൽ കിഡ്നിയിലെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള അരിപ്പകളാണ്, അൾട്രാ ഫിൽട്ടർ യൂണിറ്റുകളാണ് ആര്? ഈ നെഫ്രോൺ. അതായത് നമ്മുടെ കിഡ്നി എന്ന് പറഞ്ഞാൽ എന്താണ്? കുറെ സംഭവങ്ങൾ ഫിൽട്ടർ ചെയ്യാനുള്ള ഒരു സെറ്റപ്പാണ്. അതായത് നമ്മളെ ബോഡിയിലുള്ള സംഭവങ്ങളൊക്കെ ശുദ്ധീകരിച്ച് എന്നിട്ട് അവസാനം മൂത്രം ഒഴിവാക്കുന്ന ആ ഒരു സെറ്റപ്പാണ് ഇത്. ഒരു അരിപ്പ പോലെ ആക്ട് ചെയ്യുന്ന ആളാണ് ആര്? കിഡ്നി. ആ കിഡ്നിയിലെ എക്സാക്ട് അരിപ്പകളാണ് ആര്? ഈ നെഫ്രോൺ എന്ന് പറയുന്നത്. ആരാണ്? നെഫ്രോൺ. അപ്പൊ അൾട്രാ ഫിൽട്ടർ യൂണിറ്റ് ഓഫ് കിഡ്നിയിലെ വൃക്കയിലെ സൂക്ഷ്മമായിട്ടുള്ള അരിപ്പകളാണ്. അതായത് സൂക്ഷ്മ അരിപ്പ എന്ന് തന്നെ പറഞ്ഞു കേട്ടോ. അത്രയും മൈന്യൂട്ട് സാധനങ്ങൾ വരെ ഇയാൾ എന്ത് ചെയ്യും? അരിച്ചെടുക്കും. അയാളുടെ പേരാണ് ഒരു നെഫ്രോൺ. ആരാണ്? നെഫ്രോൺ. ഏകദേശം 12 ലക്ഷത്തോളം നെഫ്രോൺ ഒരു കിഡ്നിയിൽ മാത്രമുണ്ട്. അപ്പോൾ ആള് സൂപ്പറാണ്. അത് പോട്ടെ. അപ്പോൾ ആ നെഫ്രോണിന്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നെഫ്രോണിന് ഒരുപാട് ഭാഗങ്ങളുണ്ട്, ഒരുപാട് പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട്. നമുക്ക് ഓരോ ഭാഗങ്ങളും 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കിഡ്നിയുടെ ബേസിക് യൂണിറ്റ് ആണ് ആര്? നെഫ്രോണ്. നെഫ്രോണിന്റെ 2 പാർട്ടാണ്, ഔട്ടർ പോർഷൻ കോർട്ടക്സ്, ഇന്നർ പോർഷൻ മെഡുല്ല. ഓക്കെ, അതൊക്കെ എല്ലാവർക്കും അറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി കേട്ടോളൂ കേട്ടോ. ഓക്കെ, ഇതാണ് നെഫ്രോൺ. ഈ നെഫ്രോണിൽ ഫസ്റ്റ് നോക്കടാ. ഇവിടെ ഒരു ബൗള് പോലെ ഒരു കപ്പുണ്ട്. ഒരു ബൗള് പോലെ എന്തുണ്ട്? ഒരു കപ്പുണ്ട്, അല്ലെങ്കിൽ കപ്പ് പോലെ ഒരു ബൗൾ. എന്തായാലും ബൗളിന്റെ ആകൃതിയിൽ, ഒരു കുഞ്ഞു പാത്രത്തിന്റെ ആകൃതിയിൽ ഒരു ചങ്ങായി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങോട്ടേക്ക് ഒരു കുഴൽ ഇതിലൂടെ ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട് അല്ലേ? എന്നിട്ട് അവിടുന്ന് തിരിച്ച് വേറൊരു കുഴൽ ഇങ്ങനെ തിരിച്ചു പോകുന്നുണ്ട്. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ അങ്ങോട്ടേക്ക് പോകുന്ന ഈ കുഴലുണ്ടല്ലോ, അത് വരുന്നത് എവിടെ നിന്നാണ്? വേറെ വലിയൊരു കുഴലിൽ നിന്നാണ്. ഓക്കെ, അന്ന് നമ്മൾക്ക് ഇവിടുന്ന് തുടങ്ങാം. ആ വലിയ കുഴലിന്റെ പേരാണ് എന്തെന്നറിയോ? റീനൽ ആർട്ടറി. എന്താണ് പേര്? റീനൽ ആർട്ടറി. ആ വലിയ കുഴലിന്റെ പേരാണ് എന്ത്? റീനൽ ആർട്ടറി. മലയാളത്തിൽ അവന് വൃക്കാധമനി എന്ന് പറയും. വൃക്കാധമനി, റീനൽ ആർട്ടറി അഥവാ വൃക്കാധമനി. ഒരു മിനിറ്റ്, ഇതിന്റെ കട്ടി ഒന്ന് കുറച്ചോട്ടെ സുഹൃത്തുക്കളെ. അയ്യോ, അവിടെ പോയി. ഓക്കെ, കുഴപ്പമില്ല, എത്ര കട്ടി മതി. ഓക്കെ, വൃക്കാധമനി. ഇവന്റെ പേരാണെന്ത്? വൃക്കാധമനി. ഈ വൃക്കാധമനിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇയാളാണെന്ത്? വൃക്കകളിലേക്ക് രക്തം എത്തിക്കുക. ഓക്കെ, അപ്പൊ വൃക്കകളിലേക്ക് രക്തം എത്തിക്കുന്ന കുഴലാണ് ആര്? ഈ വൃക്കാധമനി. ഈ വൃക്കാധമനിയിൽ നിന്ന് ചെറിയ കുഞ്ഞു ഒരു ബ്ലഡ് വെസല്, ആ കുഞ്ഞു ബ്ലഡ് വെസല് നേരെ എന്ത് ചെയ്യും? ആ ബ്ലഡിനെ നേരെ എങ്ങോട്ട് കൊണ്ടുപോകും? ഈ കപ്പ് പോലെയുള്ള, ഈ ബൗള് പോലെയുള്ള ഈ ഒരു ഭാഗത്തോട്ട് എത്തിക്കും. അപ്പൊ ആ എത്തിക്കുന്ന കുഴൽ, അല്ലെങ്കിൽ അങ്ങോട്ട് പോകുന്ന കുഴൽ എങ്ങോട്ട്? ഈ കപ്പ് പോലെയുള്ള ഈ ഭാഗം, ആ കപ്പ് പോലെയുള്ള ഭാഗത്തോട്ട് അങ്ങോട്ട് പോകുന്ന ആ കുഴലിന്റെ പേരാണ് അഫറന്റ് വെസൽ. എന്താണ് പേര്? അഫറന്റ് വെസൽ. അതിന്റെ മലയാളം എന്ത് തന്നെയാണ്? അഫറന്റ് വെസൽ തന്നെയാണ്. ഓക്കെ, അങ്ങനെ രക്തങ്ങളൊക്കെ രക്തം എവിടെ എത്തിയതാ? ഈ കപ്പ് പോലെയുള്ള ഭാഗത്തെത്തി, ബൗള് പോലെയുള്ള ഭാഗത്തെത്തി. ആ ബൗള് പോലെയുള്ളതാ ഈ കപ്പിനെ വിളിക്കുന്ന പേരാണെന്ത്? ബോമാൻസ് ക്യാപ്സ്യൂൾ. എന്താണ് പേര്? ബോമാൻസ് ക്യാപ്സ്യൂൾ. ഇത് അതിന്റെ ചിത്രം കേട്ടോ. അതിന്റെ ചിത്രം കണ്ട് സെപ്പറേറ്റ് മാറ്റി വെച്ചതാണ്. ആ ബൗള് പോലെയുള്ള ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബോമാൻ ക്യാപ്സ്യൂൾ. എന്താണ് പേര്? ബോമാൻസ് ക്യാപ്സ്യൂൾ. ബൗള് ബോമാൻസ് കണക്ട് ചെയ്യുക. ആ ബൗള് പോലെ, പാത്രം പോലെ, കപ്പ് പോലെയുള്ള ആ ഭാഗത്തിനെ വിളിക്കുന്ന പേരാണെന്ത്? ബൗമാൻസ് ക്യാപ്സ്യൂൾ. എന്ന് റൊമാൻറ്റിക് ആയിട്ട് പറഞ്ഞോളൂ, ബൗമാൻസ് ക്യാപ്സ്യൂൾ. ഇനി ഈ ബൗമാൻസ് ക്യാപ്സ്യൂളിനെ നമ്മളിങ്ങനെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ നോക്കൂ, ഇതിൻ്റെ ഉള്ളിൽ വളരെ ഗ്ലാമർ ആയിട്ട്, വളരെ ഗ്ലാമർ, എന്നൊക്കെ പോലെ, എൻ്റെ അത്ര ഒന്നുമില്ലെങ്കിലും നമ്മളെ മിഥുല മിസ്സിനെയും പ്രട്ടി മിസ്സിനെയൊക്കെ പോലെ നല്ല ഗ്ലാമർ ആയിട്ട് നോക്കൂ. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് ഇല്ലേ? ഇതിൻ്റെ ഉള്ളിൽ ഗ്ലാമർ ആയിട്ട് എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. ആ ഗ്ലാമർ ആയിട്ടുള്ള ആ സംഭവത്തെ വിളിക്കുന്ന പേരാണ് ഗ്ലോമറുലസ്. എന്താണ് പേര്? ഗ്ലോമറുലസ്. ഗ്ലോമർ. അങ്ങനെ കണക്ട് ചെയ്യുക. ഈ ബൗളിന്റെ പേര് ബൗമാൻസ് ക്യാപ്സ്യൂള്. ഇനി അതിൻ്റെ ഉള്ളിലുള്ള ഗ്ലാമർ ആയിട്ട് നിൽക്കുന്ന ഇവരുടെ പേര് ഗ്ലോമറുലസ്. ഗ്ലോമർ കണക്ട് ചെയ്തോളൂ. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യുന്നു? ഈ അഫറന്റ് വെസൽ, അങ്ങോട്ടുള്ള ഈ അഫറന്റ് വെസൽ ഇങ്ങോട്ടെത്തും. ഇതിൻ്റെ ഉള്ളിൽ ആരുണ്ട്? ഗ്ലോമറുലസ് ഉണ്ട്. ഓക്കെ, ഇനി തിരിച്ചു വരുന്ന വേറൊരു കുഴൽ ഇങ്ങനെ പോകുന്നു.
ഇവന്റെ പേരാണെന്ത് ഇഫറന്റ് വെസൽ. എന്താണ് പേര്? ഇഫറന്റ് വെസൽ. അപ്പോൾ ഇവിടെ 2 വെസൽ ഉണ്ട്, ഒന്ന് അഫറന്റ്, 2 ഇഫറന്റ്. അതിൽ അഫറന്റിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ എങ്ങോട്ട് ഇതാ ഈ ബൗളിലേക്ക്, ആ ബൗളിന്റെ പേരാണെന്ത് ബോമാൻസ് ക്യാപ്സ്യൂൾ. ഓക്കെ, അപ്പൊ ബോമാൻസ് ക്യാപ്സ്യൂളിലേക്ക് അങ്ങോട്ട് പോകുന്ന ആളാണ് ആര്? അഫറന്റ് വെസൽ. അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് വരുന്ന ആളാണ് ആര്? ഇഫറന്റ് വെസൽ. അപ്പൊ അത് മാറരുത്. അത് മാറാതിരിക്കും ഒരു ഐഡിയ പറഞ്ഞുതരാം. എന്താ? അങ്ങോട്ട് പോകുന്നവൻ അഫറന്റ്, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അങ്ങോട്ട് പോകുന്നവൻ എന്താണ്? അഫറന്റ്, ആലോചിക്കുക. ഇനി ഇങ്ങോട്ട് വരുന്നവൻ എന്താണ്? ഇഫറന്റ്, ആലോചിക്കുക. സിമ്പിൾ ആണ്. അപ്പൊ അങ്ങോട്ട് പോകുന്നവൻ അഫറന്റ്, ഇങ്ങോട്ട് പോകുന്നവൻ ഇഫറന്റ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്താ? ഈ കുഴൽ ഇങ്ങനെ പോയി. ഈ കുഴൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ വേറെ ലെവലാ. പിന്നെ അതങ്ങനെ പാസ് ചെയ്യും. അത് പോട്ടെ, അത് നമ്മൾ മെയിൻ ചെയ്യണ്ട. അത് കഴിഞ്ഞതിന് ശേഷം എന്താ? ഈ ബൊമാൻസ് ക്യാപ്സ്യൂളിൽ നിന്ന് വേറൊരു കുഴൽ നോക്കൂ. നമ്മളെ ഈ വീഗാലാൻഡിലും വണ്ടർലിയിലും ഒക്കെ ഉള്ള ഒരു സാധനം ഉണ്ടാവും. നമ്മളിങ്ങനെ ഒരു കുഴലിന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പോകും. എന്നിട്ട് കുറേ പോയി നേരെ എന്ത് ചെയ്യും? ഒരു വള്ളത്തിൽ ചാടും അല്ലേ? അതേപോലെ വീഗാലാൻഡിലെയും വണ്ടർലാൻഡിലെയും ഒരു കുഴലൊക്കെ പോലെയുള്ള ആ ഒരു സാധനമാണ് ഈ ഒരു സംഭവം. അവന്റെ പേരാണെന്ത്? റീനൽ ട്യൂബ്യൂൾ. എന്താണ് പേര്? റീനൽ ട്യൂബ്യൂൾ അഥവാ വൃക്കാനാളിക എന്നൊക്കെയാണ് മലയാളത്തിൽ പറയട്ടോ. ഓക്കെ, റീനൽ ട്യൂബ്യൂൾ അഥവാ വൃക്കാനാളിക. ഇയാളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇയാളാണ് ഈ ബൊമാൻസ് ക്യാപ്സ്യൂളിനെയും ഇവിടെയുള്ള ഈ വലിയ കുഴലുണ്ടല്ലോ, ആ വലിയ കുഴലിന്റെ പേരാണ് കളക്ടിങ് ഡക്റ്റ് അഥവാ ശേഖരണ നാളി. അതും കൂടി പഠിച്ചു വെച്ചോളൂ. ഈ വലിയ കുഴലിന്റെ പേരാണ് കളക്ടിങ് ഡക്റ്റ് അഥവാ ശേഖരണ നാളി. ഈ കളക്ടിങ് ഡക്റ്റിനെയും അതുപോലെ തന്നെ ഈ ബൊമാൻസ് ക്യാപ്സ്യൂളിനെയും ഈ കളക്ടിങ് ഡക്റ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന വലിയ നീണ്ട കുഴലാണ് ആര്? ഈ വൃക്കാനാളിക. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും, ബൊമാൻസ് ക്യാപ്സ്യൂളിനെയും കളക്ടിങ് ഡക്റ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന നീണ്ട കുഴൽ ഏതെന്ന് ചോദിക്കും. നീണ്ട കുഴൽ അവന്റെ പേരാണെന്ത്? റീനൽ ട്യൂബ്യൂൾ അഥവാ വൃക്കാനാളിക. ഓക്കെ അല്ലേ? ഇപ്പൊ നമ്മൾ എല്ലാ ആളുകളെയും പഠിച്ചു. നമ്മൾ അഫറന്റ് വെസലിനെ പഠിച്ചു. അങ്ങോട്ട് പോകുന്നവൻ അഫറന്റ്, അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് വരുന്നവൻ ഇഫറന്റ്. പിന്നെ നമ്മളെ വൃക്കയിലേക്ക് ബ്ലഡ് എത്തിക്കുന്നത് വൃക്കാധമനി. ഇനി എല്ലാം കഴിഞ്ഞ് വൃക്കയിൽ നിന്നും തിരിച്ചു കൊണ്ടുപോകുന്നത് എന്താണ്? വൃക്കാസിര അഥവാ റീനൽ വെയിൻ കേട്ടോ. ഓക്കെ, ഇവൻ എങ്ങോട്ടാ തിരിച്ച് ബ്ലഡ് കൊണ്ടുപോകുന്നത് എങ്ങോട്ടായിരിക്കും? ഹൃദയത്തിലേക്ക്. എന്നിട്ട് ആ ഹൃദയത്തിൽ നിന്ന് ബ്ലഡ് ഇങ്ങോട്ട് വൃക്കയിലേക്ക് കൊണ്ടുവരുന്ന ആളാണ് ആര്? വൃക്കാധമനി അഥവാ റീനൽ ആർട്ടറി. പിന്നെ അഫറന്റ് ഇഫറന്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. പിന്നെ ഈ കപ്പ് പോലെയുള്ള ബൗൾ പോലെയുള്ള ഭാഗം ബൊമാൻസ് ക്യാപ്സ്യൂള്, അതിൻ്റെ ഉള്ളിൽ ഗ്ലാമർ പോലെയുള്ളവൻ ഗ്ലോമറുലസ്. ഇനി ഈ ബൊമാൻസ് ക്യാപ്സ്യൂളിനെയും ഈ കളക്ടിങ് ഡക്റ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ നീണ്ട കുഴൽ അത് റീനൽ ട്യൂബ്യൂൾ അഥവാ വൃക്കാനാളിക. പിന്നെ ലാസ്റ്റുള്ള ഈ വടി ഉണ്ടല്ലോ, ഈ വടി അവന്റെ പേരാണെന്ത്? കളക്ടിങ് ഡക്റ്റ് അഥവാ ശേഖരണ നാളി. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും? പെൽവിസിന്റെ പോർഷനിലോട്ട് പോകും. പെൽവിസ് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യും? ആ യുറീത്ര, മൂത്രവാഹിയിലൂടെ മൂത്രനാളിയിലൂടെ എന്ത് ചെയ്യും? പുറത്തോട്ട് പോകും. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു സെറ്റപ്പ്. ഓക്കെ അല്ലേ? ഇനി ഈ ഒരു പെട്ടി ക്ലിയർ കട്ടായിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പഠിച്ചു എന്ന് എന്ത് ചെയ്യാം? സ്വയം വിലയിരുത്താം, സ്വയം ഉറപ്പ് വരുത്താം. നമുക്ക് വെറുതെ ഒന്ന് വായിച്ചു നോക്കാം. ഫസ്റ്റ്, ബ്ലഡ് വെസൽ വിച്ച് ക്യാരീസ് ബ്ലഡ് ടു ദ കിഡ്നിയിലേക്ക് അങ്ങോട്ട് എത്തിക്കുന്ന ബ്ലഡ് വെസൽ ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ കിഡ്നിയിലേക്ക് അങ്ങോട്ട് എത്തിക്കുന്ന ബ്ലഡ് വെസൽ ഇവനാണ്. ഇവന്റെ പേരാണെന്ത്? റീനൽ ആർട്ടറി അഥവാ വൃക്കാധമനി. റീനൽ ആർട്ടറി അഥവാ വൃക്കാധമനി. ഞാൻ ഷോർട്ടാക്കിയിട്ടോ എഴുതുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? കിഡ്നിയിൽ നിന്നും ബ്ലഡ് വെസൽ വിച്ച് ക്യാരീസ് ബ്ലഡ് അവേ ഫ്രം ദ കിഡ്നിയിൽ നിന്നും തിരിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുന്നു. എങ്ങോട്ട്? കിഡ്നിയിൽ നിന്ന് അങ്ങോട്ട് ബ്ലഡ് കൊണ്ടുപോവാ? ഹൃദയത്തിലോട്ട് തിരിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുന്ന ആളാണ് ആര്? റീനൽ വെയിൻ. ഓക്കെ, മറ്റേത് റീനൽ ആർട്ടറി ആണെങ്കിൽ ഇതെന്തായിരിക്കും? റീനൽ വെയിൻ ആയിരിക്കും അഥവാ വൃക്കാസിര. അപ്പൊ അതും കിട്ടി. ഇനി അടുത്തത് അൾട്രാ ഫിൽട്ടർ പ്രസന്റ് ഇൻ ദ കിഡ്നിയിലെ അൾട്രാ ഫിൽട്ടർ ആര്? നമ്മളിപ്പോ 1000 വട്ടം പറഞ്ഞതാണ്. കിഡ്നിയിലെ അൾട്രാ ഫിൽട്ടർ ആരാ? നെഫ്രോൺ. ആരാണ്? നെഫ്രോൺ. അപ്പൊ കിഡ്നിയിൽ അൾട്രാ ഫിൽട്ടർ ആരാണ്? നെഫ്രോൺ ആണ്. നെഫ്രോൺ. ഓക്കെ, അപ്പൊ ഇവിടെ നെഫ്രോൺ എന്ന് എഴുതണം. നെഫ്രോൺ. എന്നാ അടുത്തത്, ദ ഡബിൾ വാൾഡ് കപ്പ് ഷേപ്ഡ് സ്ട്രക്ചർ പ്രസന്റ് അറ്റ് ദ വൺ എൻഡ് ഓഫ് നെഫ്രോണിന്റെ ഒരു ഭാഗത്തുള്ള ഡബിൾ വാൾഡ് രണ്ട് ഭിത്തിയുള്ള ഇരട്ട ഭിത്തിയുള്ള കപ്പ് പോലെയുള്ള ബൗള് പോലെയുള്ള ഭാഗത്തിന്റെ പേരെന്താണ്? ബൗമാൻസ് ക്യാപ്സ്യൂൾ. അപ്പൊ ഇവിടെ എന്ത് എഴുതണം? ബൗമാൻസ് ക്യാപ്സ്യൂൾ എന്ന് എഴുതണം. ഓക്കെ അല്ലേ? ഞാൻ എഴുതിയെന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്തത് നെഫ്രോണിന്റെ ഒരറ്റത്തുള്ള കാവ് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് ഈ ബൊമാൻസ് ക്യാപ്സ്യൂളിലെ സൂക്ഷ്മ ലോമികാജാലം നെറ്റ്വർക്ക് ഓഫ് മൈന്യൂട്ട് കാപ്പിലറീസ് പ്രസന്റ് ഇൻ ദ ബൊമാൻസ് ക്യാപ്സ്യൂൾ.
ഈ ബൊമാൻസ് ക്യാപ്സ്യൂളിന്റെ ഉള്ളിലുള്ള ഈ മൈന്യൂട്ട് ബ്ലഡ് കാപ്പിലറീസിന്റെ പേര് എന്ത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതിന്റെ പേര് ഞാൻ പറഞ്ഞിരുന്നു, നല്ല ഗ്ലാമർ ഉണ്ട്, അതുകൊണ്ട് അവന്റെ പേര് ഗ്ലോമറുലസ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് എഴുതണം? ഗ്ലോമറുലസ് എന്ന് എഴുതണം. ഇനി അടുത്തത് ബ്ലഡ് വെസൽസ് വിച്ച് ക്യാരീസ് ബ്ലഡ് ടു ദ കാപ്പിലറി ഓഫ് നെറ്റ്വർക്ക്. കാപ്പിലറി ഓഫ് നെറ്റ്വർക്ക്, അതായത് ഇതിന്റെ ഉള്ളിലോട്ട് ബ്ലഡ് എത്തിക്കുന്ന ചെറിയ കാപ്പിലറി ഓഫ് നെറ്റ്വർക്കിന്റെ പേര് എന്തെന്നുള്ളതാണ് ചോദ്യം. അതായത് അങ്ങോട്ട് എത്തിക്കുന്നവൻ ആരാണ്? അഫറന്റ് വെസൽ ആണ്. അപ്പൊ ഇവിടെ എന്ത് എഴുതണം? അഫറന്റ് വെസൽ എന്ന് എഴുതണം. സോറി, ഇതാ ഇവിടെ മുകളിൽ. ഓക്കെ, ഇനി അടുത്തത് ബ്ലഡ് വെസൽ വിച്ച് ക്യാരി ബ്ലഡ് അവേ ഫ്രം ദ കാപ്പിലറി നെറ്റ്വർക്ക്. ഈ കാപ്പിലറി നെറ്റ്വർക്കിൽ നിന്ന്, ഇതിന്റെ ഉള്ളിലുള്ള സാധനങ്ങളിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് ബ്ലഡ് കൊണ്ടുവരുന്നവൻ ആര്? ഇഫറന്റ് വെസൽ. അപ്പൊ ഫസ്റ്റ് വൺ എന്താണ്? അഫറന്റ് വെസൽ. രണ്ടാമത്തെ വൺ എന്താണ്? ഇഫറന്റ് വെസൽ. അഫറന്റ് വെസൽ ആൻഡ് ഇഫറന്റ് വെസൽ. ഓക്കെ അല്ലേ? ഇനി അടുത്തത് the long tubule which connect the Bowman's capsule and collecting duct. ബൊമാൻസ് ക്യാപ്സ്യൂളിനെയും ശേഖരനാളെയും ബന്ധിപ്പിക്കുന്ന നീണ്ട കുഴൽ ഏത് എന്നുള്ളതാണ് ചോദ്യം. ഇതാണ് ബൊമാൻസ് ക്യാപ്സ്യൂള്, ഇതാണ് കളക്ടിംഗ് ഡക്റ്റ്. ഇവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന വണ്ടർലയിലും വീഗാലാൻഡിലൊക്കെ ഉള്ള ഈ നീണ്ട കുഴലുണ്ടല്ലോ, അവന്റെ പേരാണ് റീനൽ ട്യൂബ്യൂൾ അഥവാ വൃക്കാനാളിക. അപ്പോൾ അവിടെ നിങ്ങൾ എന്താ എഴുതേണ്ടത്? റീനൽ ട്യൂബ്യൂൾ അല്ലെങ്കിൽ വൃക്കാനാളിക എന്ന് ആൻസർ ചെയ്യണം. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ദ പാർട്ട് വേർ റീനൽ ട്യൂബ്യൂൾ എൻറ്റർ collects urine and carries it to the pelvis. അതായത് ദ പാർട്ട് വേർ റീനൽ ട്യൂബ്യൂൾ സെന്റർ. റീനൽ ട്യൂബ്യൂൾ ഇങ്ങനെ പോയി അവസാനം ഒരു സ്ഥലത്തോട്ട് എൻ്റർ ചെയ്യും. ആ സ്ഥലത്ത് എന്ത് ചെയ്യുന്നു? കളക്ട്സ് യൂറിൻ കളക്ട് ചെയ്യുന്നു. അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും, യൂറിൻ കളക്ട് ചെയ്യുന്നു, യൂറിൻ ശേഖരിക്കുന്നു. സോ ദാറ്റ്സ് നോൺ ആസ് കളക്ടിംഗ് ഡക്റ്റ് അല്ലെങ്കിൽ ശേഖരണ നാളി. അവിടെ നിന്നാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുക? ക്യാരീസ് ഇറ്റ് ടു ദ പെൽവിസ്. ഇവിടെ നിന്നാണ് ഇത് പെൽവിസിലോട്ട് പോവുക. ഓക്കെ, ഇത് കഴിഞ്ഞ് പെൽവിസ് ആണ്. അപ്പോൾ കളക്ടിങ് യൂറിൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നുമേ ചിന്തിക്കരുത്, യൂറിൻ കളക്ട് ആ ഒരു ഏരിയനെ വിളിക്കുന്ന പേരാണെന്ത്? കളക്ടിംഗ് ഡക്റ്റ് അല്ലെങ്കിൽ ശേഖരണ നാളി. അപ്പൊ ഇയാൾ എന്താണ്? കളക്ടിംഗ് ഡക്റ്റ് ആണ്. അങ്ങനെയെങ്കിൽ ഈ ലാസ്റ്റുള്ള രണ്ട് സാധനം ഉണ്ടല്ലോ, ദ ഇനീഷ്യൽ പാർട്ട് ഓഫ് യുറീത്തർ, മൂത്രവാഹിയുടെ യുറീത്തറിന്റെ ആദ്യ ഭാഗം, അതായത് മൂത്രം ഇങ്ങനെ ചെന്ന് ചേരുന്ന ഒരു സ്ഥലമുണ്ട്, എന്തോ പെൽ അങ്ങനെ എന്തോ ഒരു പേര് പറയും. പെണ്ണല്ല, പെൽവിസ്. ഓക്കെ ഞാൻ പറയില്ല, അങ്ങനെ എന്തോ ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തിൽ നിന്നാണ് മൂത്രവാഹി സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ദ ഇനീഷ്യൽ പാർട്ട് ഓഫ് യുറീത്തർ എന്ത് ചെയ്യുക? സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, യുറീത്തറിന്റെ ഇനീഷ്യൽ പാർട്ട് ആ ഒരു ഭാഗമാണ്. ആ ഒരു ഭാഗത്തിന്റെ പേര് എന്ത് ചെയ്യണം? നിങ്ങൾ മെൻഷൻ ചെയ്യണം. അതുപോലെ തന്നെ പാർട്ട് ദാറ്റ് ക്യാരി യൂറിൻ ടു യൂറിനറി ബ്ലാഡർ, മൂത്രസഞ്ചിയിൽ എത്തിക്കുന്ന ഒരു കുഴലുണ്ട്, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് അപ്പം പറഞ്ഞിട്ടുള്ളൂ. ആ അവസാനത്തെ ഈ രണ്ടിന്റെയും ആൻസർ എന്ത് ചെയ്യുക? നിങ്ങൾ താഴെ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇതും അതുപോലെ തന്നെ ഇതും നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടോ? നിങ്ങൾക്ക് എത്രത്തോളം ബുദ്ധി ഉണ്ടോ എന്നുള്ളതൊന്ന് ജസ്റ്റ് വെറുതെ ഒന്ന് ചുമ്മാ ചെക്ക് ചെയ്യാനാണ്. പിന്നെ ഏതായാലും ഉഷാറായിട്ട് പഠിക്കാം. നമ്മൾ അക്കാദമിക് ഇയറിന്റെ പകുതി കഴിഞ്ഞിട്ടുണ്ട്. ക്രിസ്മസ് എക്സാം ഇതാ ഇങ്ങ് അടുത്ത് എത്തിയിട്ടുണ്ട്. സോ സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് പഠിക്കുക. ബയോളജിയിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് ഒക്കെ അയച്ച് ചോദിക്കാവുന്നതാണ്. നോ പ്രശ്നം. ഇൻസ്റ്റഗ്രാമിലോ എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് മെസ്സേജ് അയച്ച് ചോദിക്കാം, അതൊന്നും വിഷയമില്ല. എനിവേ ഉഷാറായിട്ട് അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് പഠിക്കുക. ഇത് നിങ്ങളുടെ സ്വന്തം അറക്കൽ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, ഗുഡ് ബൈ.